നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ധൃതരാഷ്ട്രൻ്റെ ദൂതനായിട്ടല്ല സംസാരിക്കുന്നത്, ഇളയച്ചനായിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ യഥായോഗ്യം പൂജിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് ഹസ്തിനാപുരത്തിലെ വിശേഷങ്ങളെല്ലാം ചോദിച്ചു. ഇങ്ങനെ അവർ പരസ്പരം സ്നേഹമസൃണമായ വാക്കുകൾ കൊണ്ട് വിശ്വാസത്തെ വളർത്തി. ആ അവസരത്തിൽ പപ്രച്ഛാനാമയം രാജൻ തതസ്ഥാൻ പാണ്ഡുനന്ദനാൻ പ്രദദൗ ചാപി രത്നാനി വിവിധാനി വസൂനി ച. അവർ അന്യോന്യം പരസ്പര ചോദിച്ചു സുഖസൗകര്യങ്ങളുടെ കാര്യം. അതൊക്കെ ചോദിച്ചിട്ട് ആ പാണ്ഡുനന്ദനന്മാർക്ക് വിതുരൻ താൻ കൊണ്ടുവന്നിരിക്കുന്ന മഹാരാജാവ് തന്നയച്ചിരിക്കുന്നതായ സമ്മാനങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള സമ്പത്തുകൾ എല്ലാം പാണ്ഡുനന്ദനന്മാർക്കായി നൽകി. പാണ്ഡവാനാം ച കുന്ത്യാശ്ച ദ്രൗപദ്യാശ്ച വിശാംപതേ. അല്ലയോ വിശാംപതേ, രാജാവേ, ജനമേജന സംബോധന ചെയ്യാണ്. അല്ലയോ രാജാവേ, പാണ്ഡവന്മാർക്ക് സമ്പത്തുകൾ കൊടുത്തു, സമ്മാനങ്ങൾ കൊടുത്തു. കുന്തിക്ക് മഹാരാജാവ് തന്നയിച്ചിരിക്കുന്ന ആ സമ്മാനങ്ങളെല്ലാം കൊടുത്തു. അതേപോലെ ദ്രൗപദിക്ക് മഹാരാജാവ് തന്നിരിക്കുന്നതായ ആ സമ്മാനങ്ങളൊക്കെ കൊടുത്തു. ദ്രുപദസ്യ ച പുത്രാണാം യഥാ ദത്താനി കൗരവൈഹി. ദ്രുപദ മഹാരാജാവിന് സമ്മാനങ്ങളെല്ലാം സമർപ്പിച്ചു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളായിരിക്കുന്ന ദൃഷ്ടദ്യുമ്നുണ്ട്, ശിഖണ്ഡിയുണ്ട്, അവർക്കൊക്കെ മഹാരാജാവ് തന്നയിച്ചിരിക്കുന്നതായ സമ്മാനങ്ങളെല്ലാം സ്നേഹമസൃണമായ വാക്കുകളോടുകൂടിയിട്ട് കൊടുത്തു. എന്നിട്ട് വിതുരൻ പറഞ്ഞു, വിതുരൻ പറഞ്ഞു, രാജൻ ശൃണു സഹാമാത്യ സപുത്രശ്ച വചോ മമ ധൃതരാഷ്ട്ര സപുത്രസ്ത്വാം സഹാമാത്യ സ ബാന്ധവഃ അബ്രവീത് കുശലം രാജൻ പ്രിയമാണ പുനഃ പുനഃ. വളരെ സ്പഷ്ടമായിട്ട് വിതുരൻ അദ്ദേഹത്തോട് പറയാണ്, അല്ലയോ ദ്രുപദ മഹാരാജാവേ, അങ്ങ് കേട്ടുകൊള്ളുക. ആരോടൊപ്പം അങ്ങ് കേൾക്കേണ്ടത്? അങ്ങ് ഇത് കേൾക്കേണ്ടത് സഹാമാത്യ, അങ്ങയുടെ അമാത്യന്മാരോടൊപ്പം ബുദ്ധിമാന്മാരായിരിക്കുന്ന അങ്ങയുടെ മന്ത്രിമാരോടൊപ്പം ഞാൻ പറയുന്ന ഈ വാക്കുകൾ കേൾക്കണം. ഇത് മഹാരാജാവായ ധൃതരാഷ്ട്രൻ്റെ വാക്കുകളാണ്, അതങ്ങ് കേൾക്കണം. എന്ന് മാത്രമല്ല, അങ്ങയുടെ മക്കളായിരിക്കുന്ന ദൃഷ്ടദ്യുമ്നാദികൾ അവരും ഞാൻ അങ്ങയോട് പറയുന്ന ധൃതരാഷ്ട്രൻ്റെ വാക്യം കേൾക്കണം. ധൃതരാഷ്ട്ര മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ സപുത്ര പുത്രന്മാരോടൊപ്പം അങ്ങയെ ആദരിക്കുന്നു, സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അങ്ങയോടൊപ്പം അങ്ങയുടെ മന്ത്രിമാരെയും ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, സ്നേഹിക്കുന്നു. അങ്ങയുടെ ബന്ധുജനങ്ങളെയും ആദരിക്കുന്നു. എന്നിട്ട് അബ്രവീത് കുശലം രാജൻ പ്രിയമാണ പുനഃ പുനഃ. അല്ലയോ മഹാരാജാവേ, വളരെയേറെ സന്തോഷത്തോടു കൂടിയിട്ട് അങ്ങയുടെ കുശലത്തെ അന്വേഷിക്കുന്നു. ഒരു തവണയില്ല, പുനഃ പുനഃ, വീണ്ടും 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 അദ്ദേഹം ഇങ്ങനെ അങ്ങയുടെ കുശലത്തെ അന്വേഷിക്കുന്നു. എന്നോട് എത്ര തവണ അക്കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞു എന്നറിയോ? അദ്ദേഹത്തിന് എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്രയേറെ സ്നേഹം അദ്ദേഹത്തിന് അങ്ങയെക്കുറിച്ച്, അങ്ങയുടെ മക്കളെക്കുറിച്ച്, അങ്ങയുടെ മന്ത്രിമാരെക്കുറിച്ച്, അങ്ങയുടെ നാട്ടുകാരെക്കുറിച്ച് ഒക്കെയുണ്ട്. അതുകൊണ്ട് അങ്ങ് ധൃതരാഷ്ട്ര മഹാരാജാവിനും സംപ്രീതനായിത്തീരണം എന്ന ഒരു സൂചന അവിടെ വിതുരൻ നൽകുന്നുണ്ട്.
പ്രീതിമാംസ്തേ ദൃഢം ചാപി സംബന്ധേന നരാധിപ എന്ന് മാത്രമല്ല, അല്ലയോ മഹാരാജാവേ, അങ്ങയോടൊപ്പം ഈ പ്രകാരത്തിലുള്ളതായ ബന്ധുത്വം പുതുതായി ഉണ്ടായതുകൊണ്ട് മഹാരാജാവായ ധൃതരാഷ്ട്രൻ വളരെയേറെ സന്തുഷ്ടനായി കഴിഞ്ഞിരിക്കുന്നു. ധൃതരാഷ്ട്രന് മാത്രമല്ല ഈ സന്തോഷം, ഈ ബാന്ധവം ഉണ്ടായതുകൊണ്ട്. പിന്നെയോ അവിടുത്തെ കാരണവന്മാർ, കുരുവൃദ്ധന്മാരും ഇക്കാര്യത്തിൽ, ഈ ദ്രൗപദീ സ്വയംവരത്തിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം സന്തുഷ്ടരാണ്. തഥാ ഭീഷ്മശാന്തനവഃ കൗരവൈ സഹ സർവശഃ. ശന്തനുവിൻ്റെ പുത്രനായിരിക്കുന്ന ഭീഷ്മൻ, എല്ലാവർക്കും അറിയാം, ഹസ്തിനാപുരത്തിൽ ഒരു കാര്യം ശരിയാവണ്ണം നടക്കണമെന്നുണ്ടെങ്കിൽ ഭീഷ്മൻ്റെ സഹയോഗം നിർബന്ധമായിട്ടും വേണം. അതുകൊണ്ടാണ് ആദ്യം മഹാരാജാവിൻ്റെ കാര്യം പറഞ്ഞു, അടുത്ത് പറയുന്ന ഭീഷ്മൻ്റെ വാക്യമാണ്. അങ്ങനെ ശന്തനുപുത്രനായിരിക്കുന്ന ഭീഷ്മൻ അങ്ങയുടെയും അങ്ങയുടെ അമാത്യന്മാരുടെയും മക്കളുടെയും എല്ലാവരുടെയും സന്തോഷത്തെ ആഗ്രഹിക്കുന്നു. ഈ ബന്ധുത്വം ഉണ്ടായതിൽ അവർ ആനന്ദിക്കുന്നു. എല്ലാ കൗരവന്മാരും അങ്ങനെ തന്നെ. എന്ന് മാത്രമല്ല, അവരെല്ലാവരും അങ്ങയുടെ സൗഖ്യത്തെക്കുറിച്ച് വീണ്ടും 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 എന്നോട് ചോദിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകം പറഞ്ഞയച്ചുമിരിക്കുന്നു. ഭാരദ്വാജോ മഹാപ്രാജ്ഞോ, അതിൻ്റെ തുടർച്ചയായിട്ട് വേറൊരാളുടെ കാര്യം പറയുന്നുണ്ട്. ഭരദ്വാജൻ്റെ മകനായിരിക്കുന്ന ദ്രോണൻ്റെ കാര്യം. ഈ ദ്രുപദനും ദ്രോണനും ഒരുമിച്ച് ഗുരുകുലത്തിൽ പഠിച്ചവരാണ്. അന്ന് അവർ തമ്മിൽ വലിയ ചങ്ങാത്തം ഉണ്ടായിരുന്നതാണ്. അത് പിന്നെ എങ്ങനെയൊക്കെ ആയിത്തീർന്നു എന്ന് നമ്മൾ നേരത്തെ കാണുകയും ചെയ്തു. അപ്പോൾ ഈ പാണ്ഡവന്മാർ കൂട്ടിക്കൊണ്ടു പോകുന്നത് ദ്രോണൻ്റെ അടുത്തേക്ക് കൂടിയാണ്. ഹസ്തിനാപുരത്തേക്ക് അവർ ചെല്ലുമ്പോഴേക്കും അവിടെ അവർ ദ്രോണൻ്റെ മുമ്പിൽ എത്തിക്കപ്പെടും. ഈ ദ്രുപദൻ്റെ പുത്രിയായിരിക്കുന്ന ദ്രൗപദി ദ്രോണൻ്റെ മുന്നിലാണ് ചെല്ലേണ്ടത്. അപ്പോൾ പഴയ ആ വിദ്വേഷത്തിൻ്റെ കഥകളെല്ലാം പൂർണ്ണമായും ദ്രുപദൻ്റെ മനസ്സിൽ നിന്നും ഇല്ലാതാകണം. അതിനു വേണ്ടിയിട്ട് വളരെ സമർത്ഥമായിട്ട് വിതുരൻ പറയാണ്, ഭരദ്വാജൻ്റെ പുത്രനായിരിക്കുന്ന വളരെയേറെ അറിവുള്ളവനായിരിക്കുന്ന ദ്രോണൻ, അദ്ദേഹം ആരെന്നറിയോ? പ്രിയസഖസ്തവ, അങ്ങയുടെ അടുത്ത കൂട്ടുകാരൻ. ആ ദ്രോണൻ അങ്ങയുടെ അടുത്ത സ്നേഹിതനാണ്. അദ്ദേഹം എന്നോടെന്ത് പറഞ്ഞയച്ചു എന്നറിയോ? സമാശ്ലേഷമുപയത്യത്വം കുശലം പരിപൃച്ഛതി. വാക്കുകൾ കൊണ്ട് തന്നെ അദ്ദേഹം അങ്ങയെ ആലിംഗനം ചെയ്യുന്നു. അങ്ങനെ അങ്ങയെ ആലിംഗനം ചെയ്തുകൊണ്ട് അങ്ങയുടെ കുശലത്തെ അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ചോദിക്കുന്നു, ആരായുന്നു. ദ്രുപദൻ്റെ മനസ്സിൽ ഇപ്പോഴും ദ്രോണനെക്കുറിച്ചുള്ളതായ വിദ്വേഷം അവശേഷിച്ചിരിപ്പുണ്ടെങ്കിൽ അതെല്ലാം നീങ്ങണം. അതിനു വേണ്ടിയിട്ടാണ് വളരെയേറെ സത്യസന്ധനായ, അതേപോലെ തന്നെ സാത്വിക പ്രകൃതിയായ വിതുരൻ്റെ ഈ വാക്യം. അതുകൊണ്ട് അല്ലയോ മഹാരാജാവേ, എനിക്ക് അങ്ങയോടൊരു പ്രാർത്ഥനയുണ്ട്. അത് ഈ പാണ്ഡവന്മാരെ ദ്രൗപദിയോടും കുന്തിയോടുമൊപ്പം ഹസ്തിനാപുരത്തേക്ക് അയക്കുക എന്നുള്ളതാണ്. ഏതദ്വിദിത്വാതു ഭവാൻ പ്രസ്ഥാപയതു പാണ്ഡവാൻ. ഇതെല്ലാം അങ്ങ് ഭംഗിയായി അറിഞ്ഞിട്ട് അങ്ങ് പാണ്ഡവന്മാരെ അയക്കണം ഹസ്തിനാപുരത്തേക്ക് യഥായോഗ്യം. അങ്ങയുടെ സന്തോഷം നിറഞ്ഞതായ അനുഗ്രഹത്തോടു കൂടി വേണം അവരിവിടെ നിന്നിട്ട് പുറപ്പെടാൻ. അല്ലാതെ ഈ കാര്യത്തിൽ യാതൊരു അനിഷ്ട സങ്കല്പവും ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ അവരെ എന്തിന് ഹസ്തിനാപുരത്തേക്ക് അയക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ്രഷ്ടും ഹി പാണ്ഡുപുത്രാംശ ത്വരന്തി കുരവോ ഭൃശം. കുരുവംശത്തിൽ പിറന്ന എല്ലാവരും, ധൃതരാഷ്ട്രനും അദ്ദേഹത്തിൻ്റെ മക്കളും, അതേപോലെ ഭീഷ്മനും, അതേപോലെ എല്ലാ കുരുവംശജരും പാണ്ഡവന്മാരെ കാണാൻ വേണ്ടിയിട്ട് കൊതിയോടുകൂടി കാത്തിരിക്കുന്നു. അതുകൊണ്ട് ആ ഒരു ആഗ്രഹം അവർക്കുള്ളത് സഫലീകരിക്കാൻ വേണ്ടി അങ്ങ് പാണ്ഡവന്മാരെ ദ്രൗപദിയോടൊപ്പം കുന്തിയോടൊപ്പം ഹസ്തിനാപുരത്തേക്ക് അയക്കണം. വിപ്രോഷിതാ ദീർഘകാലം ഏതേ ചാപി നരർഷഭാഃ
ഈ മനുഷ്യശ്രേഷ്ഠന്മാരും യുധിഷ്ഠിരാദികളായ ഈ പാണ്ഡവന്മാരും അവര് നാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഏറെക്കാലമായി. അവർ ജനിച്ചു വളർന്ന നാടാണത്. ഒരുപക്ഷെ ജനിച്ചത് ശതശൃംഗത്തിലാണെങ്കിലും ബാല്യം തൊട്ട് വളർന്നത് അവിടെയാണ്. അവരുടെ നാട് അതാണ്, ഹസ്തിനാപുരമാണ്. അവിടെ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമാണ്. ഏറെക്കാലമായിട്ട് അവർ പ്രവാസത്തിലാണല്ലോ, ദൂരരാജ്യങ്ങളിലും കാനനങ്ങളിലും ഒക്കെയാണല്ലോ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം സ്വന്തം നാട്ടിലേക്ക് ഓടിയെത്താനുള്ള ഔത്സുക്യം അവർക്കും ഉണ്ടാകും. പാണ്ഡവന്മാരുടെ കാര്യം അങ്ങനെയാണ്. കൗരവന്മാർക്ക് പാണ്ഡവന്മാരെ കാണാനുള്ള ആ ആഗ്രഹം മാത്രമല്ല, ഉത്സുക നഗരം ദ്രഷ്ടും ഭവിഷ്യന്തി തഥാ പ്രധാ. ഈ നഗരം കാണാൻ വേണ്ടിയിട്ട്, ഹസ്തിനാപുരം കാണാൻ വേണ്ടിയിട്ട് ഈ പാണ്ഡവന്മാർക്ക് ഔത്സുക്യം ഉണ്ടാകും. അതുകൊണ്ട് അവരും എത്രയും വേഗം അവിടേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കും. എന്ന് മാത്രമല്ല, തൻ്റെ ഭർത്താവിൻ്റെ നഗരമായിരിക്കുന്ന, തൻ്റെ ഭർത്താവ് ഏതൊരു നഗരത്തെയും രാജ്യത്തെയുമാണോ രാജാവായിരുന്നു സംരക്ഷിച്ചത്, ഏതൊരു നഗരത്തിൻ്റെയും രാജ്യത്തിൻ്റെയും യശസ്സാണോ തൻ്റെ ഭർത്താവ് ലോകം മുഴുവൻ വ്യാപിപ്പിച്ചത്, ആ നഗരത്തിൽ മടങ്ങിയെത്താൻ പൃഥയും കുന്തിയും ആഗ്രഹിക്കും. അവരുടെ ആഗ്രഹങ്ങൾ ഇപ്പോൾ അവർ അങ്ങയോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും അത് സ്വാഭാവികമാണ്. അതും അങ്ങ് പരിഗണിക്കണം. കൃഷ്ണാമപിച പാഞ്ചാലീം സർവാകുരുവരസ്ത്രിയ ദ്രഷ്ടുകാമാ പ്രതീക്ഷന്തേ. അല്ലയോ മഹാരാജാവേ, കുരുവംശത്തിൽ പറഞ്ഞ സ്ത്രീജനങ്ങളുണ്ടല്ലോ, അവരെല്ലാവരും അവരുടെ സഹോദരീ സ്ഥാനത്ത് വരുന്ന ഈ പാഞ്ചാലിയെ, അവളുടെ പേരാണല്ലോ കൃഷ്ണ എന്ന്, അങ്ങനെ കൃഷ്ണ എന്ന നാമധേയത്തോടു കൂടിയ ഈ പാഞ്ചാലിയെ, പാഞ്ചാല രാജാവിൻ്റെ മകൾ, പാഞ്ചാല നാട്ടിലെ രാജകുമാരി, ഈ പാഞ്ചാലി അവരാരും കണ്ടിട്ടില്ല. പാഞ്ചാലിയെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. അവർക്ക് പാഞ്ചാലിയെ കാണാനുള്ള ആഗ്രഹമുണ്ട്. ആ പുരം, ഹസ്തിനാപുരം എന്നുവെച്ചാൽ ആ പുരത്തിൽ വസിക്കുന്ന ആളുകൾ കൗരവ കുലത്തിൽപ്പെട്ട സ്ത്രീകൾ മാത്രമല്ല, ആ ഹസ്തിനാപുരത്തിലെ സ്ത്രീകൾ എല്ലാവരും പാഞ്ചാലിയെ കാണാൻ ആഗ്രഹിക്കുന്നു. നാളെ അവരുടെ മഹാറാണിയെ ആകേണ്ടവളാണ് പാഞ്ചാലി. ആ പാഞ്ചാലിയെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു. അതേപോലെ ആ നാട്ടിൽ പാർക്കുന്ന എല്ലാവരും പാഞ്ചാലിയെ കാണാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ആഗ്രഹങ്ങൾക്കും സാഫല്യം ഉണ്ടാകണം. അതുകൊണ്ട് മഹാരാജാവേ, അങ്ങ് അനുഗ്രഹിച്ചാലും അങ്ങ് സമ്മതിച്ചാലും സ ഭവാൻ പാണ്ഡുപുത്രാണാം ആജ്ഞാപയതു മാചിരം. അതിനാൽ അങ്ങ് എല്ലാം കൊണ്ടും ഉയർന്ന സ്ഥാനത്ത് അറിവിൻ്റെ മഹാ ഔന്നത്യത്തിൽ വിരാജിക്കുന്ന അങ്ങ് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആലോചിച്ച് സ്വമേധയാ ഒരു തീരുമാനമെടുക്കണം. പാണ്ഡവന്മാരെ ഹസ്തിനാപുരത്തേക്ക് മടക്കി അയക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാലോ അതങ്ങ് പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൂതന്മാരെ ഞാൻ ഹസ്തിനാപുരത്തേക്ക് അയക്കും. അവർ മുമ്പേ തന്നെ അവിടെ എത്തിച്ചേർന്ന് മഹാരാജാവായിരിക്കുന്ന ധൃതരാഷ്ട്രനെ അറിയിക്കും. ദ്രുപദ മഹാരാജാവ് പാണ്ഡവന്മാരെ ഇങ്ങോട്ട് അയക്കാനായിട്ട് സസന്തോഷം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരെല്ലാം തന്നെ കുന്തിയോടൊപ്പം പാഞ്ചാലിയോടൊപ്പം ഇവിടെ വന്നു ചേരും. എല്ലാ ആളുകളും സന്തോഷത്തോടു കൂടിയിട്ട് അവരെ പ്രതീക്ഷിച്ചിരിക്കണം എന്ന് ദൂതന്മാരവിടെ അറിയിക്കും. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാലോ അവരെല്ലാവരും പാണ്ഡവന്മാരുടെ ഈ പ്രത്യാഗമനത്തെ വലിയൊരു മഹോത്സവമായിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ആഘോഷിക്കും. ഇങ്ങനെ വളരെ ബുദ്ധിപൂർവകമായിട്ട് സ്നേഹത്തോടുകൂടി തുറന്ന മനസ്സോടുകൂടി വിതുരൻ സംസാരിച്ചപ്പോൾ ആ വാക്കുകൾ എല്ലാവരുടെ മനസ്സിലും അനുകൂലമായിരിക്കുന്ന സ്പന്ദനങ്ങളെ ഉളവാക്കി. വിതുരൻ സത്യസന്ധനാണ്, നമുക്കെല്ലാവർക്കും അറിയാം. കാപട്യം എന്നത് അദ്ദേഹത്തിനില്ല. ദൈവീ സമ്പത്തിൻ്റെ പൂർണ്ണതയാണ് വിതുരൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുന്ന ആളുകളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ചെന്ന് തറയ്ക്കും. വിശേഷിച്ചും കേൾക്കുന്ന ആളുകൾ
ദൈവീസമ്പന്നരാണെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ആ വാക്കുകൾ പ്രതിഷ്ഠിതമായി തീരും. കള്ളന്മാരാണെങ്കിൽ അതിനെ ശ്രദ്ധിച്ചെന്ന് വരില്ല. നല്ല ആളുകളുടെ ഹൃദയത്തിൽ ആ വാക്കുകൾ ചെന്ന് പ്രതിഷ്ഠ നേടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരതിനെ വിശ്വസിക്കും, അംഗീകരിക്കും, ആദരിക്കും.